റഷ്യ യുക്രൈൻ സംഘർഷം, ട്രംപിന്റെ വ്യാപാര യുദ്ധം എന്നിവയ്ക്ക് പിന്നാലെ ലോകത്തിനു മുമ്പിൽ പുതിയ ഇടിത്തിയായി ഇസ്രായേൽ ഇറാൻ ആക്രമണം. മിഡിൽ ഈസ്റ്റ് യുദ്ധയാശങ്കയുടെ മുൾമുനയിൽ നിൽക്കുന്നതിന്റെ പ്രതിഫലനം ബിസിനസ് ലോകത്താകെ. സ്വർണം, എണ്ണ, ഓഹരി വിപണികൾക്ക് ഒരുപോലെ തീപിടിച്ചു. നാശനഷ്ടങ്ങൾക്കൊപ്പം ഓടിയെത്തിയത് വിലക്കയറ്റം. ആഘാതം കേരളത്തിലും. രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താൻ ഡോളർ ശേഖരത്തിൽ ഒരു പങ്ക് വിറ്റ് റിസർവ് ബാങ്ക്. എയർ ഇന്ത്യ വിമാനം ചെന്നു വീണയിടത്തുണ്ടായിരുന്നവർ അടക്കം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരണം 294. വിമാനയാത്രക്കാരിൽ ജീവന്റെ തുടിപ്പ് ബാക്കിയായത് ഒരേ ഒരാളിൽ മാത്രം. ബോയിങ്ങിന്റെ ഇരട്ട എഞ്ചിന് പിഴവോ? അപകട കാരണം കണ്ടെത്താൻ അന്വേഷണം തുടങ്ങി. കാർ നിർമ്മാതാക്കളുടെ വ്യാവസായിക ഡാറ്റയിൽ ചൈന പിടിമുറുക്കുകയാണോ? റെയർ എർത്ത് മാഗ്നറ്റ് കിട്ടാൻ നിർമ്മാതാക്കൾ നൽകേണ്ടത് വാഹന ഉടമ വിവരങ്ങൾ വരെയെന്ന് പാശ്ചാത്യ കമ്പനികൾ. അപൂർവ ധാതു ഉൽപ്പന്നങ്ങൾ തടഞ്ഞുവെച്ച് ചൈന ഡാറ്റ ചോർത്തുന്നതായി സംശയം. MA യൂസഫ് അലിയുടെ ഉടമസ്ഥതയിലുള്ള ലുലു ഗ്രൂപ്പ് മലേഷ്യയിലെ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം മതിയാക്കി. തിരക്കൊഴിഞ്ഞ ലൊക്കേഷൻ തെരഞ്ഞെടുത്തതിൽ തെറ്റിയപ്പോൾ പ്രവർത്തനം മോശമായെന്നാണ് നിഗമനം. പൂട്ടിയത് 6 റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ. ബിസിനസ് രംഗത്തുള്ളവർക്ക് ക്രിയാത്മക ഉപദേശവുമായി തൈറോകെയർ സ്ഥാപകൻ ഡോക്ടർ A. വേലുമണി. പാവപ്പെട്ടവരെ, വിനയമുള്ളവരെ ജോലിക്കെടുക്കാൻ മുൻഗണന നൽകുന്നത് ബിസിനസിന്റെ ദീർഘകാല വിജയത്തിന് സഹായകമാവും. അവർക്ക് ജീവിത സന്ദർഭങ്ങളോട് പൊരുത്തപ്പെടാനും എളുപ്പം പ്രശ്നപരിഹാരം കാണാനുമുള്ള കഴിവ് കൂടുതലായിരിക്കും. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.